everyone, welcome to Hybrid Campus. I am Nashida, your science faculty. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ NIOS Physicsലെ 26 ചാപ്റ്റർ ആയ Nuclei and Radioactivity ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു ആറ്റം എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഒരു മാറ്ററിന്റെ ഏറ്റവും ചെറിയ ഇൻഡിവിസിബിൾ ആയിട്ടില്ല ഡിവൈഡ് ചെയ്യാൻ കഴിയാത്ത പാർട്ടിക്കിളിനെ നമ്മൾ എന്ത് പറയാ? ആറ്റം എന്ന് പറയുന്നത്. ആറ്റം is the smallest and indivisible particle of a matter. ഒരു മാറ്ററിന്റെ ഏറ്റവും ചെറിയതും ഡിവൈഡ് ചെയ്യാൻ കഴിയാത്തതുമായ ഒരു പാർട്ടിക്കിളിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആറ്റത്തിന്റെ സ്ട്രക്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ആറ്റത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? ആറ്റത്തിന്റെ സെൻട്രൽ പാർട്ടിലായിട്ട് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിലാണ് നമ്മുടെ പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. അതിന് ചുറ്റുമായിട്ട് എന്തുണ്ട്? കുറേ ഓർബിറ്റ്സ് ഉണ്ട് അല്ലേ? ആ ഓർബിറ്റ്സിലൂടെയാണ് നമ്മുടെ ഇലക്ട്രോണ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. ഇനി ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാർജ് ആൻഡ് മാസ് ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ്. നമ്മുടെ ആറ്റത്തിന്റെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ന്യൂട്രോൺ, പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺസിന്റെ ചാർജിനെ കുറിച്ചിട്ടും മാസിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. നമുക്കറിയാം പ്രോട്ടോൺ എന്താണ്? ഒരു പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ? ഇലക്ട്രോണോ ഒരു നെഗറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോൺ എന്താണ്? ഒരു ന്യൂട്രൽ ചാർജ് ആണ് വരുന്നത്. അപ്പോൾ ഈ പ്രോട്ടോണിന്റെ ചാർജ് വരുന്നത് പ്ലസ് 1.6 ഇൻറ്റു 10⁻⁻90 ആണ്. ഇലക്ട്രോണിൻ്റെയോ മൈനസ് 1.6 ഇൻറ്റു 10⁻⁻90 ആണ്. ന്യൂട്രോൺ എന്താണ്? ഒരു ന്യൂട്രൽ ചാർജ് ആണ്, അതിന് ചാർജ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മാസുകൾ നോക്കാം അല്ലേ? നമ്മുടെ പ്രോട്ടോണിൻ്റെ മാസ് വരുന്നത് 1.6 ഇൻറ്റു 10⁻27 കിലോഗ്രാം ആണ്. അതേ മാസ് തന്നെയാണ് നമ്മുടെ ന്യൂട്രോണും ഉള്ളത്. പക്ഷേ ഇലക്ട്രോണിൻ്റെ മാസ് എന്താ വരുന്നത്? 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം ആണ്. ക്ലിയർ ആയില്ലേ? നമ്മൾ എന്ത് പറഞ്ഞു? മാസും ചാർജും പറഞ്ഞു. നമ്മുടെ പ്രോട്ടോൺ എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. 1.6 ഇൻറ്റു 10⁻⁻90 ആണ്. -19 കൂളംബാണ് അതിൻ്റെ ചാർജ് വരുന്നത്. അതിൻ്റെ മാസോ 1.6 ഇൻറ്റു 10⁻27 കിലോഗ്രാം ആണ്. ഇലക്ട്രോൺ എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. അതിൻ്റെ ചാർജ് -1.6 ഇൻറ്റു 10⁻90 ആണ്. മാസ് 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം ആണ്. ന്യൂട്രോണ് ന്യൂട്രൽ ചാർജ് ആണ്. അതിൻ്റെ മാസ് പ്രോട്ടോണിൻ്റെ മാസിനോട് ഈക്വൽ ആണ്. വിച്ച് ഈസ് ഈക്വൽസ് ടു 1.6 ഇൻറ്റു 10⁻27 കിലോഗ്രാം. ഇതുവരെ ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ന്യൂക്ലിയസിന്റെ സൈസിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം അല്ലേ? ന്യൂക്ലിയസ് എന്താണ്? ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ന്യൂക്ലിയസിന്റെ സൈസിനെ പറയുമ്പോൾ നമ്മൾ റേഡിയസിന്റെ ടേമിലാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. റേഡിയസ് ആർ, ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽസ് ടു ആർ നോട്ട് എ റേസ് ടു 1/3. ആർ നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് റേഡിയസ് ആണ്. എ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാസ് നമ്പർ ആണ്. സോറി, അറ്റോമിക് നമ്പർ അല്ല, മാസ് നമ്പർ ആണ്. എ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാസ് നമ്പർ ആണ്. അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ആർ, റേഡിയസ് ഈക്വൽസ് ടു ആർ നോട്ട് എ റേസ് ടു 1/3 ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുക എന്നാണ്. ഇപ്പൊ നമുക്കൊരു എക്സ് എന്നുള്ള എലമെന്റ് ഉണ്ട്. അതിന്റെ അറ്റോമിക് നമ്പർ Z ആണ്, മാസ് നമ്പർ A ആണെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സിന്റെ മുകളിലായിട്ട് നമ്മൾ A എന്ന് കൊടുത്തിട്ടുണ്ട്, മാസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലായിട്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? അറ്റോമിക് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഹൈഡ്രജൻ ആണെങ്കിൽ നമ്മുടെ അറ്റോമിക് നമ്പറും 1 ആണ്, മാസ് നമ്പറും 1 ആണ്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? H11 കൊടുക്കും. അറ്റോമിക് നമ്പർ എപ്പോഴും നമ്മൾ അടിയിലായിട്ട് കൊടുക്കും, മാസ് നമ്പർ മുകളിലായിട്ട് കൊടുക്കും. പിന്നെ നമ്മൾ അതിന്റെ എലമെന്റിന്റെ സിമ്പിളും കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഒരു എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് യൂണിഫൈഡ് അറ്റോമിക് മാസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ അറ്റോമിക് മാസ് യൂണിറ്റ് എന്നും പറയും. 1 യൂണിഫൈഡ് അറ്റോമിക് മാസ് ഈസ് ഈക്വൽസ് ടു 1/12 ദ മാസ് ഓഫ് കാർബൺ 12 ആറ്റം. ഒരു യൂണിഫൈഡ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? 1/12 ഓഫ് മാസ് ഓഫ് കാർബൺ 12 ആറ്റം. കാർബൺ 12 ആറ്റത്തിന്റെ 1/12 മാസിനോട് ഈക്വൽ ആണ് 1 യൂണിഫൈഡ് അറ്റോമിക് മാസ് അല്ലെങ്കിൽ 1 അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 1 യൂണിഫൈഡ് അറ്റോമിക് മാസ് ഈക്വൽസ് ടു 1/12 ഓഫ് മാസ് ഓഫ് കാർബൺ 12 ആറ്റം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈനൽ ആയിട്ട് 1 യൂണിഫൈഡ് അറ്റോമിക് മാസ് ഈക്വൽസ് ടു 1.6 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം എന്ന് കിട്ടും. ക്ലിയർ ആയില്ലേ? യൂണിഫൈഡ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് അത് എന്തിനോട് ഈക്വൽ ആണ്? 1/12 ഓഫ് മാസ് ഓഫ് കാർബൺ 12 ആറ്റം. കാർബൺ 12 ആറ്റത്തിന്റെ 1/12 മാസിനോട് ഈക്വൽ ആണ്. അടുത്ത
അടുത്തത് നമ്മൾ നോക്കുന്നത് മാസ് ഡിഫെക്റ്റ് ആൻഡ് ബൈൻഡിങ് എനർജി ആണ്. ഇപ്പൊ നമ്മൾ ഒരു ന്യൂക്ലിയസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ന്യൂക്ലിയസിന് ഒരു മാസ് ഉണ്ടാവില്ലേ? ന്യൂക്ലിയസിൽ എന്തുണ്ട്? കുറെ ന്യൂക്ലിയോൺസ് ഉണ്ട്. ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിലുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്ത് പറയാ? ന്യൂക്ലിയോൺസ് എന്ന് പറയാ. അപ്പൊ ന്യൂക്ലിയസിൽ ആരൊക്കെയാ ഉള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും. ഇപ്പൊ നമ്മൾ ന്യൂക്ലിയസിന്റെ മാസ് m ആയിട്ട് എടുത്താൽ അത് എന്തിനേക്കാൾ കുറവായിരിക്കും? നമ്മുടെ ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെ അല്ലെങ്കിൽ ന്യൂക്ലിയോൺസിന്റെ മാസിന്റെ സമ്മിനേക്കാൾ കുറവായിരിക്കും. അവിടെ എന്തുണ്ട്? ഒരു മാസ് ലോസ് സംഭവിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? മാസ് ഡിഫെക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ന്യൂക്ലിയസിന്റെ മാസ് ഈ ന്യൂക്ലിയോൺസിന്റെ പ്രോട്ടോണിന്റെയും ന്യൂട്രോൺസിന്റെയും മാസിനേക്കാൾ കുറവായിരിക്കും. അവിടെ എന്തുണ്ട്? കുറച്ച് മാസ് നഷ്ടപ്പെടുന്നുണ്ട്. അതിനെയാണ് മാസ് ഡിഫെക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മാസ് എന്തായിട്ടാണ് മാറുന്നത്? ഈ മാസ് ഈ ന്യൂക്ലിയോൺസിനെ അറ്റാച്ച് ചെയ്യുന്ന ബൈൻഡിങ് എനർജി ആയിട്ടാണ് മാറുന്നത്. ക്ലിയർ ആയില്ലേ? ഈ നഷ്ടപ്പെട്ട മാസ് ന്യൂക്ലിയോൺസിനെ അറ്റാച്ച് ചെയ്യുന്ന ബൈൻഡിങ് എനർജി ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് സം ഓഫ് മാസസ് ഓഫ് ന്യൂക്ലിയോൺസ് ZMP പ്ലസ് A-ZM Z പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ആണ്. MP എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മാസ് ഓഫ് പ്രോട്ടോൺ ആണ്. A-Z എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നമ്പർ ഓഫ് ന്യൂട്രോൺ. M എന്ന് പറഞ്ഞാൽ നമ്മുടെ മാസ് ഓഫ് ന്യൂട്രോൺ ആണ്. അപ്പോൾ എന്താണ്? നമ്മുടെ ന്യൂക്ലിയസിന്റെ മാസ് ഇതിനേക്കാൾ കുറവാണ്. അവിടെ ഒരു മാസ് ലോസ് സംഭവിക്കുന്നുണ്ട്. ആ മാസ് ലോസ് ബൈൻഡിങ് എനർജി ആയിട്ട് കൺവേർട്ട് ആവാണ്. ആ ന്യൂക്ലിയോൺസിനെ അറ്റാച്ച് ചെയ്യുന്ന ബൈൻഡിങ് എനർജി ആയിട്ടാണ് ഇവിടെ നഷ്ടപ്പെടുന്ന മാസ് മാറുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂക്ലിയർ ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ഈ ന്യൂക്ലിയർ ഫോഴ്സ് എന്താണ്? ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ഫോഴ്സ് എന്താണ്? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അത് ഇൻഡിപെൻഡന്റ് ഓഫ് ചാർജ്. ചാർജിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഈ പ്രോട്ടോണും അറ്റാച്ച് ആവണില്ലേ? അതുപോലെ തന്നെ ന്യൂട്രോണും അട്രാക്റ്റ് ആവുന്നുണ്ട്. ന്യൂട്രോണും അട്രാക്റ്റ് ആവുന്നുണ്ട്. അപ്പൊ നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സ് എന്താണ്? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അത് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റേഡിയോ ആക്ടിവിറ്റി ആണ്. എന്താണ് റേഡിയോ ആക്ടിവിറ്റി? എ നാച്ചുറൽ ഫിനോമിന ഇൻ വിച്ച് ആറ്റംസ് എമിറ്റ്സ് റേഡിയേഷൻസ് ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. റേഡിയോ ആക്ടിവിറ്റി എന്താണ്? ഒരു നാച്ചുറൽ ഫിനോമിന ആണ്. ഈ പ്രോസസ്സിൽ ആറ്റംസ് എന്താ ചെയ്യുന്നത്? റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? ഒരു സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആറ്റംസ് റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? റേഡിയോ ആക്ടിവിറ്റി. അല്ലെങ്കിൽ ആറ്റത്തിന്റെ ആ പ്രോപ്പർട്ടിനെ നമ്മൾ എന്ത് പറയാ? റേഡിയോ ആക്ടിവിറ്റി. ഇത് നാച്ചുറൽ ആയിട്ടും സംഭവിക്കാം, ആർട്ടിഫിഷ്യൽ ആയിട്ടും സംഭവിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ആറ്റംസിന് എന്തിന്റെ ടെൻഡൻസി ഉണ്ട്? റേഡിയേഷൻ എമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുപോലെ തന്നെ ഇവര് ആൽഫ പാർട്ടിക്കിളും ബീറ്റ പാർട്ടിക്കിളും ഗാമ പാർട്ടിക്കിളും ഒക്കെ എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും. അപ്പൊ ആൽഫ പാർട്ടിക്കിളും ബീറ്റ പാർട്ടിക്കിളും കൊണ്ടുവന്നത് ആരാണ്? റൂദർഫോർഡ് ആണ്. പക്ഷെ ഗാമ പാർട്ടിക്കിൾ കൊണ്ടുവന്നത് P. വില്ലാർഡ് ആണ്. ദ എമിറ്റഡ് റേഡിയേഷൻ ഈസ് കോൾഡ് റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻ. ഈ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ നമ്മൾ എന്ത് പറയും? റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഈ ഡീകേ ചെയ്യുന്ന പ്രോസസ് ഇല്ലേ? ആറ്റംസ് 2-3 പാർട്ടിക്കിൾ ആയിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് പറയും. ഈ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ നമ്മൾ എന്ത് പറയും? റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻ എന്ന് പറയും. പിന്നെ നമ്മുടെ ആറ്റംസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നില്ലേ? ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് പറയും. അപ്പോൾ ചില സമയത്ത് ഈ ആൽഫ പാർട്ടിക്കിളും ബീറ്റ പാർട്ടിക്കിൾസും ഒക്കെ ഈ ആറ്റത്തിലേക്ക് ബോംബാർഡ് ചെയ്താൽ നമുക്ക് റേഡിയോ ആക്റ്റീവ് ഡീകേ സംഭവിക്കും. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ആൽഫ പാർട്ടിക്കിളിനെ കുറിച്ചിട്ടാണ്. ആൽഫ പാർട്ടിക്കിൾ എന്താണ്? ഒരു ഹീലിയം ന്യൂക്ലിയസിനോട് സിമിലർ ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണ് ആൽഫ പാർട്ടിക്കിൾ. ഇതിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. മാസ് നമ്പർ എന്താണ്? 4 ആണ് കേട്ടോ. അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് തന്നെ അവ ഇലക്ട്രിക് ഫീൽഡായിട്ടും മാഗ്നറ്റിക് ഫീൽഡായിട്ടും ഡിഫ്ലക്ട് ചെയ്യും. പിന്നെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ആൽഫ പാർട്ടിക്കിൾ കാണിക്കുക? അവർക്ക് ഫ്ലൂറസെൻസ് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ അവ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ അവർക്ക് നല്ല അയണൈസിങ് പവർ ആണ്. ആൽഫ പാർട്ടിക്കിൾസിന് നല്ല അയണൈസിങ് പവർ ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുന്നത്? അവർക്ക് പെനേട്രേഷൻ പവർ കുറവാണ്. അവർക്ക് സോളിഡിന്റെ ഉള്ളിലൂടെ പോവാനുള്ള പവർ കുറവാണ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ബീറ്റ പാർട്ടിക്കിൾസ് ആണ്. ഈ ബീറ്റ പാർട്ടിക്കിൾ പോസിറ്റീവ് ആയിട്ടുള്ള ബീറ്റ പാർട്ടിക്കിൾസും ഉണ്ട്, നെഗറ്റീവ് ചാർജ്ഡ് ബീറ്റ പാർട്ടിക്കിൾസും ഉണ്ട്. പോസിറ്റീവ് ചാർജ്ഡ് ബീറ്റ പാർട്ടിക്കിളിനെ നമ്മൾ എന്ത് പറയും? പോസിട്രോൺ എന്ന് പറയും. നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ബീറ്റ പാർട്ടിക്കിളെ നമ്മൾ എന്ത് പറയും? ഇലക്ട്രോൺ എന്ന് പറയും. അപ്പോൾ
ഇവർക്കും എന്ത് കഴിവുണ്ട്? ഫ്ലൂറസെൻസിനും ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ എഫക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ഇവരും ചാർജ്ഡ് ആയതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡായിട്ടും ഇലക്ട്രിക് ഫീൽഡായിട്ടും ഇവരും ഡിഫ്ലക്റ്റ് ചെയ്യും. പിന്നെ അയണൈസിങ് പവറും ഇവർക്കുണ്ട്. പക്ഷേ ആൽഫ പാർട്ടിക്കിൾസിന്റെ അത്ര അയണൈസിങ് പവർ ബീറ്റ പാർട്ടിക്കിൾസിന് ഇല്ല. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഗാമ റേസ് ആണ്. അവർക്ക് എന്താണ്? ദേ ഡു നോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അവർ അൺചാർജ്ഡ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡായിട്ടും മാഗ്നറ്റിക് ഫീൽഡായിട്ടും ഡിഫ്ലക്റ്റ് ചെയ്യില്ല. അവർ ലൈറ്റിന്റെ അതേ വെലോസിറ്റിയിലാണ് സ്പേസിലൂടെ ട്രാവൽ ചെയ്യുക. അവർക്ക് ഈ ആൽഫ പാർട്ടിക്കിൾസിന്റെയും ബീറ്റ പാർട്ടിക്കിൾസിന്റെക്കാട്ടിലും അധികം പെനേട്രേഷൻ പവർ ഉണ്ടാവും. അതുപോലെ തന്നെ അയണൈസിങ് പവറും ഉണ്ട്. പക്ഷെ ആൽഫ പാർട്ടിക്കിൾസിന്റെയും ബീറ്റ പാർട്ടിക്കിൾസിന്റെയും അയണൈസിങ് പവറിനേക്കാൾ കുറവാണ്. ഇവർക്ക് എന്തുണ്ട്? ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യാനും ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ എഫക്റ്റ് ചെയ്യാനും ഉള്ള കഴിവുണ്ട്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് റേഡിയോ ആക്റ്റീവ് ഡീക്കേ ആണ്. എന്താണ് റേഡിയോ ആക്റ്റീവ് ഡീക്കേ? റേഡിയോ ആക്റ്റീവ് ഡീക്കേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു ന്യൂക്ലിയസിൽ നിന്ന് ആൽഫ പാർട്ടിക്കിളോ ബീറ്റ പാർട്ടിക്കിളോ എമിറ്റ് ചെയ്തിട്ട് അത് ഒരു പുതിയ ന്യൂക്ലിയസ് ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റേഡിയോ ആക്റ്റീവ് ഡീക്കേ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ന്യൂക്ലിയസിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾ ആണ് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു ആൽഫ പാർട്ടിക്കിൾ സിമിലർ ടു ഹീലിയം ആണ്. അതിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്, മാസ് നമ്പർ 4 ആണ്. ആ ന്യൂക്ലിയസിൽ നിന്ന് അറ്റോമിക് നമ്പർ ഡിക്രീസ് ബൈ 2 ആൻഡ് മാസ് നമ്പർ ഡിക്രീസ് ബൈ 4. ഇപ്പോൾ ഒരു ബീറ്റ പാർട്ടിക്കിൾ ആണ് എമിറ്റ് ചെയ്യുന്നെങ്കിലോ, ബീറ്റ പാർട്ടിക്കിൾ ഒരു ന്യൂക്ലിയസിൽ നിന്ന് എമിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു നെഗറ്റീവ് ബീറ്റ പാർട്ടിക്കിൾ ന്യൂക്ലിയസിൽ നിന്ന് എമിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ന്യൂട്രോൺ പ്രോട്ടോൺ ആയി കൺവേർട്ട് ആക്കിയിട്ട് അതിന്റെ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ബൈ 1, അതിന്റെ അറ്റോമിക് നമ്പറിലൂടെ ഒന്നും കൂടി ആഡ് ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ റേഡിയോ ആക്റ്റീവ് ഡീക്കേ. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ആൽഫ പാർട്ടിക്കിളും ബീറ്റ പാർട്ടിക്കിളും ഗാമ പാർട്ടിക്കിളും എമിറ്റ് ചെയ്യുന്നത്? ഗാമ പാർട്ടിക്കിൾ ആണെങ്കിൽ അറ്റോമിക് നമ്പറിൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല, മാസ് നമ്പറിലും ഒരു ചേഞ്ച് ഉണ്ടാവില്ല. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീക്കേ ആണ്. എന്താണ് ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീക്കേ പറയുന്നത്? ദ റേറ്റ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീക്കേ അറ്റ് എനി ഇൻസ്റ്റന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് അൺഡിക്കേഡ് ന്യൂക്ലിയൈ പ്രസന്റ് അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്. അതായത് ഒരു സമയത്ത് ഈ റേറ്റ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീക്കേ എന്തിനോട് ഈക്വൽ ആയിരിക്കും? അവിടെയുള്ള അൺഡീക്കേഡ് ആയിട്ടുള്ള, അതായത് ഡീക്കേ സംഭവിക്കാത്ത ന്യൂക്ലിയസിന്റെ നമ്പറിനോട് ഇത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിന്റെ ഇക്വേഷൻ എങ്ങനെ കൊടുത്തിട്ടുള്ളത്? dN/dt - ലാംഡ NT എന്ന് പറഞ്ഞാൽ നമ്മുടെ അൺഡീക്കേഡ് ആയിട്ടുള്ള ന്യൂക്ലിയസിന്റെ നമ്പർ ആണ്. ലാംഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീക്കേ കോൺസ്റ്റന്റ് ആണ്. ഇനി അടുത്തത് പറയുന്നത് ഹാഫ് ടൈം അല്ലെങ്കിൽ ഹാഫ് ലൈഫ് ടൈം എന്നൊക്കെ പറയാറുണ്ട്. അതായത് ഒരു ന്യൂക്ലിയസ് അതിന്റെ പകുതി ഡീക്കേ ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹാഫ് ടൈം എന്ന് പറയുന്നത്. ഒരു ന്യൂക്ലിയസ് അതിന്റെ പകുതി ഡീക്കേ ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് അല്ലെങ്കിൽ ഹാഫ് ടൈം എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരിക? T12 = 0.0693 ബൈ ലാംഡ ആയിരിക്കും. ലാംഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീക്കേ കോൺസ്റ്റന്റ് ആണ്. T12 = 0.693 ബൈ ലാംഡയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.